കോട്ടുവായ കോ മല കേവ് കോ. ഞാൻ പോവട്ടെ, ഞാൻ ഇല്ലേ കളിക്ക്. മല മലയല്ലടാ കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്. കേ അത് വേണ്ട. മലക്കോട്ട. മലക്കോട്ട എന്റെ മലക്കോട്ടയല്ല മല. എന്റെ ദൈവമേ. നീ ഞാൻ പോട്ടെ. അബദ്ധമിരുട്ടാണ് അതിനകത്തിരിപ്പാണ്. കല്യാണത്തിന് ശേഷം ഒന്നും സംഭവിച്ചതല്ല, ദൂരം കൂടിപ്പോയതിന്റെ ഒരു പ്രശ്നമാണ്. ചെറിയ പ്രശ്നമുള്ളൂ. ചെറിയതായിട്ട് കുറച്ച് ദൂരം അങ്ങ് കൂടിപ്പോയി. ആദ്യമേ വിളിച്ചപ്പോ ടീമേ എനിക്ക് വരാൻ പറ്റില്ല, ഇതാ ഞാൻ വിളിച്ചപ്പോഴേ ഇത് തന്നെ പറഞ്ഞത്. അന്നേരം എന്റെ മൈൻഡില് ഇങ്ങനെ ഉണ്ട്, ചെറുതായിട്ടുണ്ട്, സർപ്രൈസ് കൊടുക്കാന്നുള്ളതുണ്ട്. ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു ആക്ച്വലി. ആരും പ്രതീക്ഷിച്ചില്ല, ആരും അറിഞ്ഞില്ല. കുറച്ച് ഹൈറ്റ് ഉള്ള, എന്നെക്കാളും കുറച്ച് ഹൈറ്റ് ഉള്ള ഒരാളെ കിട്ടാം. ഞാൻ അറിയാതെ ഇടയ്ക്ക് അച്ഛാന്ന് കയറി വിളിക്കും. അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, അറിയാതെ അത് അപ്പച്ചേട്ടാ അങ്ങനെ വിളിക്കും. വർക്കിന് പോകേണ്ടതുണ്ട്, ഓഫീസിൽ പോകേണ്ടതുണ്ട്. 4:30 അതിനകത്തിരിപ്പാണ്. ഹായ് ഓൾ, വെൽക്കം ടു വി ഫോർ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലൂടെ ജനഹൃദയങ്ങളെല്ലാം കീഴടക്കിയ ഐശ്വര്യ ചേച്ചിയാണ്. ഹായ് ചേച്ചി. ഹായ്. ഇപ്പം കുറേ കാലത്തിന് ശേഷമാണ് ചേച്ചീനെ നമ്മൾ കണ്ടുകിട്ടുന്നത്. അത് ടീമിന്റെ കല്യാണത്തിനായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണമൊക്കെ അടിപൊളി, സൂപ്പർ കല്യാണമായിരുന്നു. കല്യാണത്തിന് വേണ്ടി മാത്രം വന്നതാണോ? അതെ, നണ്ടൻ ഉയർ. എങ്ങനെയാണ് ടീം ആയിട്ടുള്ള ഒരു ബന്ധം? ടീം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണ്. ഞാൻ ടീം ഇപ്പം ശ്രീവിദ്യ ആയാലും ആലീസ് ആയാലും ഞങ്ങൾ എല്ലാവരും ടീമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു നല്ലൊരു ബോണ്ടാണ്. അപ്പം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരല്ലേ. അപ്പം അതിൻ്റെ ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാവും. അപ്പം അവിടെ ഇരുന്ന് ഞാൻ ഇവിടെ യൂട്യൂബ് ഓൺലൈൻ ചാനലിലൂടെ ഞാൻ കാണേണ്ടി വരില്ലേ, അപ്പം നേരിട്ട് വന്ന് കാണാം. അപ്പം എനിക്ക് കുറച്ച് വിഷമാവില്ലേ? അപ്പം ഞാൻ എന്തായാലും നേരിട്ട് വന്ന് കൂടാം എന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് തന്നെയാണ് ആ സ്റ്റാർ മാജിക് ഷോ പിടിച്ചു നിർത്തിയത്. പക്ഷേ നമ്മളിപ്പോൾ കേട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് സ്റ്റാർ മാജിക് ഷോ നിർത്താനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടെന്ന്. അതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെ റീസണോ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. അത് ഇപ്പം എത്ര 7 വർഷത്തോളം ആയില്ല ഒരു ഷോ. 7-7.5 വർഷം ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതും ഇത്രയും ഒരു നല്ല റേറ്റിങ്ങിലും യൂട്യൂബിലായാലും അല്ലാതെ ആയാലും ഇത്രയും റേറ്റിങ്ങിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നല്ലൊരു ഇത് തന്നെയല്ലേ. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ആങ്കർ ഹോസ്റ്റ് ലക്ഷ്മി ചേച്ചിനെയാണ്. എങ്ങനെയാണ് ലക്ഷ്മി ചേച്ചി ആ ഒരു നമ്മള് ഷോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ? ഷോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാവരോടും ഭയങ്കര കൂളായിട്ട് ഫ്രീ ആയിട്ട് ഉള്ളൊരു ആളാണ്. നമുക്കെല്ലാം ഒരു ചേച്ചി തന്നെയാണ് എപ്പോഴും. ആക്ച്വലി ഏജ് കൊണ്ട് അല്ല, അങ്ങനെയല്ല, നമ്മള് മനസ്സുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ കാണുന്നത്. എൻ്റെ കല്യാണത്തിനും വന്നു. അപ്പം ചേച്ചിയുടെ അമ്മയായാലും ഒക്കെ നമ്മൾ അങ്ങനെ അത്രയും വർഷമായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സ്നേഹമാണ്. ഇപ്പോൾ പൊതുവേ വരുന്ന കുറേ കമൻസ് ആണ് ചേച്ചീനെ കല്യാണത്തിന് ശേഷം കാണാറില്ല, കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? പൊതുവെയുള്ള കമൻസ് ഒക്കെ വിട്. അല്ല, കല്യാണത്തിന് ശേഷം ഒന്നും സംഭവിച്ചതല്ല, ദൂരം കൂടിപ്പോയതിന്റെ ഒരു പ്രശ്നമാണ്. ചെറിയ പ്രശ്നമുള്ളൂ. ചെറിയതായിട്ട് കുറച്ച് ദൂരം അങ്ങ് കൂടിപ്പോയി, അതേ ഉള്ളു പ്രശ്നം. ഞാനിപ്പോ അങ്ങ് കത്തറീന്ന് പറയാം. അതേ ഉള്ളൂ, കുറച്ച് എക്സ്പെൻസ് കൂടില്ലേ, അത്രേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല. അപ്പം ടീമിന്റെ കല്യാണത്തിന് വിളിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് പ്ലാനിങ്? ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം നമുക്കിത് നേരത്തെ അറിയുന്ന കാര്യമാണ് ഇങ്ങനെ കല്യാണമാണ്. അപ്പം അത് എന്നാണ് ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യ ടീമേ എന്ന് നമ്മൾ പറയുമായിരുന്നു. പെട്ടെന്ന് നടത്ത്, എന്തിനാ ഇത്രയും ലേറ്റ് ആക്കുന്നതെന്നുള്ളത് അങ്ങനെ നമ്മൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ അവിടെ പോയതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ ആദ്യമേ വിളിച്ചപ്പോൾ ടീമേ എനിക്ക് വരാൻ പറ്റില്ല, ഇതാ ഞാൻ വിളിച്ചപ്പോഴേ ഇത് തന്നെ പറഞ്ഞത്. അപ്പോൾ ടീം നീ വരത്തില്ലേ? അപ്പോൾ നിനക്ക് ഒരു രീതിയിലും വരാൻ പറ്റില്ല. ഞാൻ എങ്ങനെ വരും ടീമേ? മീൻസ് ഞാൻ ഇവിടുന്ന് പോയിട്ട് ഒരു 3 month ഒക്കെ ആയതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഞാൻ
ടീമിനോട് പറഞ്ഞു, ടീം ഇത്രയല്ലേ ആയുള്ളൂ വന്നിട്ട്, ഇനി ഞാൻ ഉടനെ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ എങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോൾ ടീം ഓക്കെ സാരമില്ല, ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ദുബായിൽ ഇങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുമായിരിക്കും, അന്നേരം നീ അങ്ങോട്ട് വരുമോ? ഞാൻ ഇവിടുന്ന് ദുബായിക്കും അത്യാവശ്യം നല്ല ദൂരം തന്നെയാണുള്ളത്, കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാം, എന്തായാലും വരുമ്പോൾ വിളിക്ക്, എങ്ങനെയായാലും ഞാൻ ഇവിടുന്ന് വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം പക്ഷേ അന്നേരം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്, ചെറുതായിട്ടുണ്ട് സർപ്രൈസ് കൊടുക്കാമെന്നുള്ളതുണ്ട്. ആദ്യമേ ഒന്നും ഞാനും എങ്ങനെ പോകും എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. പക്ഷേ ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടനോടും പറഞ്ഞു എനിക്ക് പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അതെ പോയിട്ട് വാ, എന്നാൽ കുഴപ്പമില്ല പോയിട്ട് വാ, നൻപനല്ലേ പോയിട്ട് വരും. അപ്പോൾ അങ്ങനെ പോയി. അങ്ങനെയാണ് ടീം 2-3 ദിവസം മുന്നേ എന്നെ വിളിച്ചപ്പം 2-3 ദിവസം മുന്നേ വിളിച്ചപ്പം നീ വരത്തില്ലല്ലേ? അപ്പോൾ ലക്ഷ്മി ചേച്ചിയോടെ ഒക്കെ ടീം പറഞ്ഞെന്ന് പറഞ്ഞു. ഐഷു വരില്ല എന്ന് പറഞ്ഞു കേട്ടോ. വരത്തില്ലല്ലേ, എന്ത് ചെയ്യാനാ, ഓക്കെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു ആക്ച്വലി. അതെ, ആരും പ്രതീക്ഷിച്ചില്ല, ആരും അറിഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുത്തായിരുന്നു. നമ്മുടെ ഗ്യാങ്ങിനോട് പോലും ആരോടും പറഞ്ഞില്ല. ഓക്കെ, ഇനിയിപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിലേക്ക് വരികയാണെങ്കിൽ ചേച്ചി എങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്തത്? മാട്രിമോണി ആയിരുന്നു. മാട്രിമോണി അറേഞ്ച്ഡ് കല്യാണമായിരുന്നു? പക്ക അറേഞ്ച് ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ പക്ക അറേഞ്ച്ഡ് ആയിരുന്നു. ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ പെണ്ണ് കാണലിന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനെയായിരുന്നു പെണ്ണ് കാണാൻ? ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു? അതെ ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റിനെ തന്നെ കെട്ടി? ഫസ്റ്റിനെ തന്നെ അങ്ങനെ. അപ്പൊ ഫസ്റ്റ് ആ ഒരു പെണ്ണ് കാണൽ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ചായയൊക്കെ കൊണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണും. അതെ പക്ക അങ്ങനെ തന്നെയായിരുന്നു, ഒരു ട്രഡീഷണൽ രീതി തന്നെയായിരുന്നു. ചായയൊക്കെ കൊണ്ടുകൊടുത്ത് ഇപ്പോഴൊക്കെ ആദ്യം തന്നെ സംസാരിച്ച് ആദ്യം ഒന്ന് എവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അല്ലാതെ അല്ലേ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ ഞങ്ങൾ ആദ്യം വീട്ടുകാരും ഒക്കെയാണോ എല്ലാം സംസാരിച്ചൊക്കെ നോക്കി എല്ലാവരും കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നേരിട്ട് വന്ന് കാണുമായിരുന്നു. നേരിട്ട് വന്ന് വെറുതെ കാണാം, എന്നാൽ ഇത്രയും നാളായില്ലേ ആരെങ്കിലും ഒന്ന് വന്ന് കാണട്ടെ, ചുമ്മാ ഒന്ന് വന്ന് കാണട്ടെ എന്നും പറഞ്ഞ് കണ്ടതാണ്, അല്ലാതെ കാണാൻ വന്നതാ. അപ്പൊ പെണ്ണ് കാണൽ സിറ്റുവേഷനിൽ ചേച്ചിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? അതുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുക്കില്ല, അമ്മ കൊടുത്താ ചായ കൊടുത്തു. അമ്മ ഞാനൊന്ന് കൊടുത്തതാണ് അവിടെ ഇരിക്കുന്നത് നിന്റെ അച്ഛൻ, ഇനി ഞാൻ കൊടുക്കില്ല, ഇനി നീ കൊടുക്കണം, നീ കൊണ്ട് കൊടുക്കാറ്. ഞാൻ എന്ത് ചെയ്താ കിച്ചണിൽ നിന്ന് എന്നോട് ചായ കൊടുക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ കൊടുക്കത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ആദ്യമായിട്ടല്ലേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എന്ത് ചെയ്താൽ കൊടുക്കാൻ അമ്മ കൊണ്ട് വെച്ചു, ഞാൻ അവിടെ വന്ന് നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. ഇല്ല നീ കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞാൽ എന്നെ തള്ളി വീട്ടിയതാ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അന്ന്? കാരണന്മാരെങ്ങനെ ഇരുന്ന് പറഞ്ഞില്ലേ രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ? ശരി, അന്ന് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അന്ന് എങ്ങനെ ഒറ്റയ്ക്ക് കുറച്ചു നേരമൊക്കെ അതൊന്നും ഓർക്കുന്നില്ല. പേരെന്താന്നാണോ? പേരെന്താ? കുട്ടിക്ക് എത്ര വയസ്സായി? ഇല്ല അങ്ങനെ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഒരു ഇങ്ങനെയല്ലേ അവര് പൊതുവെ അവതരിപ്പിക്കാറ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻഷനുള്ള സമയത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശരിക്കും ഓർക്കത്തില്ല. അതുപോലെ ഞാൻ ശരിക്കും അവിടെ എന്താന്ന് സംഭവിച്ചെന്ന് ശരിക്കും പിന്നെ ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെ അല്ല അങ്ങനെയല്ല. ഞാൻ വന്ന് ഇരുന്ന് എന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേണ്ട ഞാൻ നിന്നോളാം കുഴപ്പമില്ല അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഞാനിരുന്നിട്ട് നീ വേണമെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. നല്ല ഒരു ഫ്രണ്ട്ലി ഇതാണ്, ഫ്രണ്ട് പോലെയാണ്. ഹസ്ബൻഡ് ആവേണ്ട അടുത്ത് ഹസ്ബൻഡ് ആവും, ഫ്രണ്ട് ആവേണ്ട അടുത്താവും, അങ്ങനെ ആണ്. ഹസ്ബൻഡ് ആവേണ്ട അടുത്ത് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അവരായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പം എന്തെങ്കിലും പൊട്ടത്തരം മണ്ടത്തരം പറഞ്ഞാൽ ഇല്ല അത് അങ്ങനെയല്ല, നീ ഇതിങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെയാണോ, അങ്ങനെ നമുക്ക് പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്തൊക്കെ തരും. ഇല്ല ഇങ്ങനെ ഇതാ നല്ലത്, അത് ചെയ്യണ്ട, ഇതായിരിക്കും നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. പിന്നെ അന്ന് പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അടുത്ത് യെസ് പറയാനുണ്ടായ ഒരു 3 റീസൺസ് ഉണ്ട്? 3 ഇവൻ കൊള്ളാം, ഇവൻ മതി എന്ന് തോന്നാനുള്ള ഒരു ഫസ്റ്റ് ഹൈറ്റ്.
കണ്ടപ്പോഴേ അന്ന് തന്നെ വേണ്ടി വരുമല്ലോ ഹൈറ്റ്. അപ്പം എനിക്ക് അത് എല്ലാവരും ഇപ്പോൾ സ്റ്റാർ മാജിക്ക് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റുള്ള എന്നെക്കാളും കുറച്ച് ഹൈറ്റുള്ള ഒരാളെ കിട്ടണം. കാര്യം ഇവർ നോക്കുമ്പോഴൊന്നും അങ്ങനെ അങ്ങനെ ആയിട്ട് പറഞ്ഞതല്ല, ഹൈറ്റിനെ ഇതാക്കി പറഞ്ഞതല്ല, നമ്മുടെ ഒരു ഹൈറ്റിനുള്ള ആളെ കിട്ടണം എന്നായിരുന്നു. അപ്പം അത് നോക്കി. ഞാൻ ആ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അനു ചേച്ചി വന്ന് നിക്കുമ്പോ ഭയങ്കരമായിട്ട് ഹൈറ്റ് കുറഞ്ഞു പോയിട്ട് എന്റെ അടുക്കോ അല്ല മറ്റേ ഹസ്ബൻഡിന്റെ ഒപ്പം വന്ന് നിക്കുമ്പോ അവള് റിസപ്ഷൻ വന്നപ്പോ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം തള്ളി മാറ്റിട്ട് അവൾ അപ്പുറത്തില്ല ഞാൻ നിക്കത്തില്ല ഞാൻ നിക്കില്ല എന്ന് പറഞ്ഞ അവൾ ഓടിപ്പോയി. രണ്ടുപേരും ഉണ്ടായിരുന്നു. ഷിയാസിക്കയുടെയും അർജുൻ ചേട്ടന്റെ ഒപ്പം നിൽക്കുമ്പോ രണ്ട് പൊക്കം ഉള്ള അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ആ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്. ചേച്ചി ഹൈറ്റ് നോക്കി തെരഞ്ഞെടുത്തതാണ്. ഹൈറ്റ് നോക്കിയിട്ട് പിന്നെ സംസാരിച്ചപ്പം നല്ല ഒരു ലോയലാണ്, നല്ലൊരു മെച്യൂരിറ്റി അല്ല അങ്ങനെയല്ല, എല്ലാം ഒരു പാവമാണെന്ന് തോന്നി, ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ നല്ല രീതിയിലെല്ലാം 3 കാര്യങ്ങൾ പറയണം. ഹൈറ്റ് പറഞ്ഞു, ലോയല്, മെച്യൂരിറ്റി ഒരു ഇതായിട്ട് നമ്മൾ എടുക്കാണ്. മൂന്നാമത്തേത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നയാളാണ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ രീതിയിൽ റെസ്പെക്റ്റ് കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. നമുക്കൊരു വാല്യൂ തരും. നമുക്ക് എപ്പോഴും എന്തിനും നമ്മളോട് എല്ലാം ചോദിച്ചിട്ട് ഓക്കെ ആണോ നിനക്ക് ഓക്കെ അങ്ങനെയൊക്കെയാണ്, എല്ലാത്തിനും ഒരു വാല്യൂ തരും. അത് അപ്പം എനിക്ക് തോന്നി. അപ്പോൾ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കമൻറ്റാണ്, അറേഞ്ച് മാരേജ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എനിക്കുള്ളൊരു സംശയമാണ്, ഇപ്പം നമ്മൾ ഒരുപാട് നാൾ പരിചയപ്പെട്ട് സംസാരിച്ചാൽ പോലും നമുക്ക് മറ്റൊരാളുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ ഫേക്ക് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാറില്ല. പക്ഷെ ഈ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് വരുമ്പോൾ ആ ഒരു വർഷങ്ങളുടെ പരിചയം പോലും ഇല്ല. ചേച്ചി പറഞ്ഞ പോലെ അന്നത്തെ ദിവസം മാത്രം പരിചയപ്പെട്ടിട്ടുള്ളൂ. ആ ഒരു ടൈം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണേ? അല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സംസാരിച്ചപ്പം ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പം 2 വ്യക്തികളാണ്, അപ്പം ഞങ്ങൾ 2 പേരും ആയതുകൊണ്ട് ഓക്കെ. ഇപ്പം വേറെ ആൾക്കാർ അത് അവരുടെ ഓരോരുത്തരുടെ നമ്മുടെ ക്യാരക്ടറും, അല്ലെങ്കിൽ 2 പേരും 2 ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർ, 2 പേർക്കും 2 ഇഷ്ടങ്ങൾ, അത് അങ്ങനെ പോകുമ്പം ഓരോ വീട്ടിലെ അവസ്ഥകൾ വേറെ വേറെ ആയിരിക്കുമല്ലോ. അത് ഓരോ പേഴ്സണിനെ ബേസ് ചെയ്തിരിക്കും. നമുക്കത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തോ ഒരു ദൈവഭാഗ്യം എന്ന് പറയുന്നു. അത്ര ഒരു നല്ലൊരു മനുഷ്യരാണ്, അത്രയൊരു ദൈവഭാഗ്യം എന്ന് പറയുന്നു. എനിക്ക് ചിലപ്പം എൻ്റെ അച്ഛനെ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ ഒരുപാട് റീൽസ് ഞാൻ അറിയാതെ ഇടയ്ക്ക് അച്ഛാന്ന് കയറി വിളിക്കും. അത് നമ്മൾ അങ്ങനെയല്ല, ഹസ്ബൻഡിന്റെ അച്ഛാന്ന് അങ്ങനെയല്ല, അത് അങ്ങനെ വിളിക്കുന്നതല്ല, അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, അറിയാതെ അത് അപ്പച്ചേട്ടാ അങ്ങനെ വിളിക്കും, അങ്ങനെ വിളിക്കും. എനിക്കെല്ലാം പറഞ്ഞു തരും, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളാവുമ്പോ അങ്ങനെ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ചേച്ചിക്ക് ഒരു ചെറിയ ടാസ്ക് തരാൻ പോവാം. ഡാൻസർ ആണല്ലോ, അതുകൊണ്ട് ഇതൊരു ടാസ്കേ ആയിരിക്കില്ല. ഓക്കെ, നമ്മളിപ്പം മണിച്ചിത്രത്താഴില് ഭയങ്കര ഹിറ്റായ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു 4 ഭാവം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റാർ മാജിക്കിൽ ആണോ ചെയ്തിട്ടുണ്ടോ? ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ എല്ലാരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ചെയ്തിട്ടുണ്ടോ? ഈശ്വര, കോപ്പി ആണോ? എനിക്ക് വേറെ എവിടെയും കണ്ടതാണോ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ സ്റ്റാർ മാജിക്കിന്റെ ഒട്ടുമിക്ക എപ്പിസോഡ്സും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു പ്രോഗ്രാമാണ്. ഞാൻ അങ്ങനെ ഇപ്പം വേറെ റിയാലിറ്റി ഷോസ് ഒന്നും കാണാറില്ല അങ്ങനെ. പക്ഷെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വരെ ഇരുന്ന് കാണുന്ന ഒരു ഷോ ആയിരുന്നു. ഭയങ്കര വിഷമായി പോയി അതൊക്കെ നിർത്തിയത്. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും. 4 ഭാവങ്ങൾ പോരെ? ഏതൊക്കെയാ ഭാവം? എനിക്കൊരു ഡാൻസർ അല്ല, ഞാൻ ഡാൻസർ അല്ലാത്തത് കൊണ്ട് ഏതൊക്കെയാ ഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ. മോള് പറഞ്ഞ അങ്ങനെ എനിക്കത് ഭാവം പോലെ അറിയാത്ത. ഹാസ്യം, പിന്നെ ഏതാ? രൗദ്രം ഓൾറെഡി ഞാൻ ചെയ്യത്തില്ല, അത് ഓൾറെഡി മാം ചെയ്ത്. രൗദ്രല്ല, ദേഷ്യത്തില്. അത് വേണ്ട, അത് ശോഭന മാം ചെയ്ത് അത്രയും മിറ്റാക്കി ചെയ്യണം. നമ്മൾ ഇത് നമ്മള് വലിയ ആൾക്കാരിരിക്കും ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മൾ തൊടാൻ പോകരുത്.
ഓക്കെ, അല്ലാത്തത് ചെയ്തോ? അപ്പൊ രൗദ്രം ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തോ? ശൃംഗാരം. ശൃംഗാരം. അയോഗ്യനായി ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഞാൻ ഓങ്കാരം നടന്മാടുമേ. എന്നെ കൊണ്ട് കോമാളിയാക്കുന്നേ. ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഞാൻ ഓങ്കാരം നടനമാടുമേ. മതി മതി, രണ്ടെണ്ണം കൂടി. അല്ലെ എനിക്ക് എണ്ണാൻ അറിയില്ല എന്ന് വിചാരിക്കല്ലോ. ഇല്ല മതി മതി. എനിക്ക് 4 വരെ അല്ലേലേ എണ്ണാൻ അറിയുള്ളൂ ചേച്ചി. അതാ ഞാൻ 4 നിർത്തിയത്. 3ഉം 4ഉം എനിക്ക് എണ്ണാൻ അറിയാതെ കാണിച്ചിട്ട് 3ാമത്തെ അന്ന് ഇനി ബാക്കി രണ്ടെണ്ണം മോള് ചെയ്തോ? ഞാനോ? എനിക്ക് ഏതാ ഭാവം പോലും അറിയില്ല. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഒരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സെഗ്മെന്റ് ആയിരിക്കും ദംശരാജ്, പക്ഷെ ഇവിടെ ഏറെയാവുന്നത് ഞാനാണ്. ചേച്ചി അഭിനയിച്ച് കാണിക്കും, ഞാനത് ഗസ് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ടൈമർ ഒന്നുമില്ല. ഈസിയാണ്, വളരെ ഈസിയാണ്. അടി, മുഖത്തടിച്ചു. അടി, അടിനാശം, വെള്ളപ്പൊക്കം. അടി, ഇടി, തല്ലി. തല്ലുമാലയോ? സമാധാനായി. ഞാൻ വിചാരിച്ചു ഞാൻ കോമാളിയാണ്. അടുത്തത് അടുത്തത് തണുപ്പ്. തണുപ്പിന് വേറെ കോൾഡ്. വിന്റർ. മഞ്ഞ്. രണ്ടാമത്തെ വാക്കാണോ മഞ്ഞ്? രണ്ടാമത്തെ വാക്ക് കാണിക്കുകയാണ്. ഓക്കെ. മഞ്ഞ് ആണ്. മഞ്ഞ ആൺകുട്ടികൾ. മൂന്നാമത്തെ രണ്ടാമത്തെ മഞ്ഞ് ആൺ. ഈ ഇതിന് അത് ചെയ്ത് പരിചയമില്ല. പരിചയമില്ല. ഈയോ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്താന്ന്? മഞ്ഞ് ബോയ്സ്. മഞ്ഞ് ബോയ്സ്. കിട്ടി, സമാധാനം. നീ കൊടുക്കണം. ഇപ്പൊ രണ്ടുപേർക്ക്. ഓക്കെ. വീട്. റൂഫ്. മഞ്ഞ്. മല. മല. മലകോളോ? ഉരുണ്ട്. മല ഉരുണ്ട്. ട്രോള് കിട്ടും. പറ, കൊറേ വേർഡ്സ്. മല ഉരുണ്ട്. ഇത് ഉരുണ്ട് കൊറേ വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ട്രോള് കിട്ടും. അതാണ് പ്രശ്നം. രണ്ടാമത്തെ ഓക്കെ. വാൽ. വാൽമക്രി. മല ഡാഷ് വാൽ. അത് വെച്ചിട്ട് കണക്ട് ചെയ്യും. മലയും വാലോ? മല വാൽ. ഹനുമാൻ. വാല്. അത് സെറ്റ്. വാലിന് മാത്രമേ ഉള്ളൂ. ഇനിയും ഉണ്ടായിരുന്നു. ബണ്ണ്. വാൽബൺ. ഞാനീ സിനിമ കണ്ടിട്ടില്ല തോന്നുന്നു. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ച മൂവി അല്ല, ഇവരെനിക്ക് തന്ന ടാസ്ക് ആണ്. വാൽബണ്ണോ? ഇങ്ങനൊക്കെ സിനിമ ചോദിക്കണ്ടായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞ മതിയായിരുന്നു. വാൽബൺ. ആരുടെ പടവാ അതൊന്ന് കാണാം. ലാലേട്ടൻ മോഹൻലാലിന് ലാലേട്ടൻ മമ്മൂക്ക.
ആ ചേച്ചി കണ്ടിട്ടില്ലല്ലേ, നമ്മളൊരേ വേവ് ലെങ്ത് ആണ്. അല്ലാന്നോ? ആണ്. അവനും അറിയില്ല, കൊടുത്തവനും അറിയില്ല. പിന്നെ വാൽബൺ. ആ വാൽബൺ ബൺ ബ വാൽബ വാൽ വാൽ കർത്താവേ. ഹനുമാൻ. ഹനുമാന് വേറെന്താ പറയാന്നാണോ? എനിക്കറിയൂല ഹനുമാന്റെ വേറെ വാക്ക്, ചോദിച്ചിട്ട് കാര്യമില്ല. ഹനുമാനല്ല. ആ വാൽബൺ. ആ ഇല്ല. ലാലേട്ടന്റെ പടാ. ആ എന്ത് പണി? ലാലേട്ടന്റെ പടം ഇപ്പൊ ഇറങ്ങിയതാണോ? ഈശ്വരാ, എടാ അന്ന് കാണിച്ച്. എടാ ഇപ്പൊ ഇറങ്ങിയ പടമാണോ? എടാ ഇനി ഇതൊന്നും പറ്റത്തില്ല. ആ ആ ആ ലാലേട്ടന്റെ പടം എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ അതെ, ആക്കേടാ. മോശം, വളരെ മോശം. മല. മലയുടെ ഉള്ളിലെ തോള. ഗുഹ. മല ഗുഹ. ഗുഹയ്ക്ക് വേറെ കേവ്. മല കേവ്. മല കേവ്. ഉറങ്ങുന്ന സ്ഥലവും. ഈശ്വര ദേവി, ഞാൻ നിന്നെ കളിക്കേ. മല കേവ് കോട്ടുവായ. കോ മല കേവ് കോ. ഞാൻ പോവട്ടെ, ഞാൻ ഇല്ലേ കളിക്ക്. ഞാൻ ഇല്ല, ഞാനും ഇല്ല. ഇതിപ്പോ ചേച്ചിക്കല്ലേ നിക്ക ടാസ്ക്. പിന്നെ എത്ര ഇവിടെ ഇരുന്ന് വേർത്ത് വിളിച്ച് ആക്ട് ചെയ്തിട്ട് പോരാ. പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. ചേച്ചി ഇത് പറ്റൂല. ഇല്ല 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 ഇല്ല, കറക്റ്റാണ്. മല കേവ് കോ കോട്ടുവായ. മല കേ അത് വേണ്ട. മലക്കോട്ട. മലക്കോട്ട. എന്റെ മലക്കോട്ടയല്ല, മലയിക്കോട്ട. എന്റെ ദൈവമേ, കേവ് കോ വാലിബൻ അത്രയും കിട്ടുന്നു. മലയിങ്കോട്ട് വാലിബൻ. താ എന്ത് താ താ ഉള്ളു. അടുത്തെന്തോ? അടുത്തെന്താ? ഭാഗ്യം എന്നോട് അഭിനയിക്കാൻ പറയാം. കാണാൻ ലുക്കില്ല. നിന്നെ കാണാൻ ലുക്കില്ല. പയ്യൻ. കാണാൻ രസമില്ല. താന്റെ കണ്ടിന്യൂഷൻ ആണോ ഇത്? ഒരെണ്ണം മതി, ഒരെണ്ണം മതി. ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം പറയാള്. ഇറങ്ങുമ്പോഴേക്ക് ഞാൻ 3 വാക്കുണ്ട്. 1 തോം 1 ഹ. മൂന്നാമത്തെ താൻ തോ ഹായോ. അത് കണക്ട് ചെയ്യ്. ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പേരാ. അല്ല, താത്തോം തെയ്. എത്ര നല്ലൊരിതാണ്. താത്തോം അത് കിട്ടി. ബാക്കി കാണിക്ക്. നേരിട്ട് കിട്ടിയുള്ളൂ. നമുക്കിത് കഴിഞ്ഞിട്ട് ഇവരെ കാണണം. തൈഹ. ചേച്ചി. എന്റെ ചേച്ചീന്നോ? അല്ല, എനിക്ക് ഓർമ്മയില്ല. അവനെ
എന്നെ, ഞാൻ, അന്ന, കർത്താവേ, ഞാൻ, മീ, ഇംഗ്ലീഷ് വേണ്ട, മലയാളത്തിൽ തന്നെയാ. ഞാൻ, എന്നെ, വേറെ പറയാ, നീ, താത്തോം നീ. നന്നായിട്ടുണ്ട്. ഞാൻ പോട്ടെ. താത്തോം തീ. കഴിഞ്ഞിട്ട് പോക്കോട്ടെ. അയ്യോ, പൃഥ്വിരാജിനെ ഒന്ന് കാണിച്ചു എന്താ പെട്ടെന്ന്. പൃഥ്വിരാജിനെ കാണിച്ചിട്ട് പോയാ മതി. പൃഥ്വിരാജിനെ ഈശ്വര. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഞാൻ കേൾക്കാത്ത ഏതോ ഒരു സിനിമയാണ്. ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. താന്തോന്നി ഞാൻ എത്ര പ്രാവശ്യം കണ്ട പടവാ. ഞാൻ ഓരോ ലെറ്റർ വെച്ച് ആക്ട് ചെയ്തു. ലെറ്റർ വേണ്ട, നമുക്ക് വേർഡ് മതി. ഓ നിന്നെ അതല്ലേ ഇവനെ കാണിച്ച താന്തോന്നി, അത് മനസ്സിലായില്ല. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല, ഇവര് പറഞ്ഞ പടം. അമ്മോ, ഞാനിത് നേരത്തെ അറിഞ്ഞില്ല. അപ്പം ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഖത്തറിൽ സെറ്റിൽഡ് ആണ്. എന്തൊക്കെയാണ് കല്യാണത്തിന് ശേഷം വന്ന ചേഞ്ചസ്? അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ കുറച്ച് നേരത്തെ എണീക്കുന്നുണ്ട്. കാര്യം അവർക്ക് നേരത്തെ വർക്കിന് പോകേണ്ടതുണ്ട്, ഓഫീസിൽ പോകേണ്ടതുണ്ട്. 4:30 എണീക്കും. രാവിലെ 4:30-യോ? അതെ, ഇവിടെയൊക്കെ 10-11 മണി വരെ കിടന്നുറങ്ങിയ ഞാൻ രാവിലെ 4:30 എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? കുക്ക് ചെയ്ത് പറഞ്ഞാൽ അവർക്ക് ഫുഡ് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ എണീക്കുമ്പം അയൺ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താ അത് പാല്, എന്തെങ്കിലും ചായ, പാല് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ സ്നാക്സ് എടുത്ത് കൊടുക്കുക. എന്തെങ്കിലും മോർണിംഗിൽ എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. 4:30 എഴുന്നേക്കണം. ചേട്ടൻ എത്ര മണിക്ക് പോവാ? 5:15 ആകുമ്പോൾ ഇറങ്ങണം. അത് കഴിഞ്ഞ് ചേച്ചി കിടന്നുറങ്ങാം? പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങാം. പക്ഷെ ഞാൻ ഉറങ്ങാറില്ല. പക്ഷെ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളത് ഓരോ അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ ഉറങ്ങും. രാവിലെ 4:30 എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നതിന് ഇപ്പൊ വരാൻ പോകുന്ന കമന്റ്സ് ആയിരിക്കും കുലസ്ത്രീ. അങ്ങനെയല്ല, വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഇപ്പൊ ചേട്ടന് 10 മണിക്ക് ഓഫീസിൽ പോയാൽ മതിയെങ്കിൽ ഞാൻ 9:30 എണീക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ നേരത്തെ ഞാനൊരു ഭയങ്കര ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ ഉറങ്ങും. ട്രാവൽ ചെയ്യുമ്പോഴും എനിക്ക് ഉറക്കമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉറക്കമാണ്. ഒത്തിരി ഉറങ്ങാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാം. ഇപ്പം എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും ഉറങ്ങാം. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇപ്പം ഞാനായിരുന്നെങ്കിൽ ആലോചിക്കുമായിരുന്നു, എന്താ ഓഫീസിൽ ആൾക്ക് എഴുന്നേറ്റിട്ട് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, അവര് കറക്റ്റ് സമയത്ത് ഇറങ്ങി പോകണല്ലോ, ഓഫീസിൽ പോകണല്ലോ, നമ്മൾ കറക്റ്റായിട്ട് പഞ്ച് ചെയ്യണല്ലോ. അപ്പം നമ്മളൊരു ഹെൽപ്പ് ജസ്റ്റ് ചെയ്തു കൊടുക്കുന്നു. അപ്പം ചേട്ടൻ തന്നെയാണേലും, ഇപ്പം ഞാൻ അവിടെ ഇല്ല, ചേട്ടൻ തന്നെയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയുണ്ടല്ലോ, തന്നെ ചെയ്തോളൂ. അങ്ങനെയൊന്നും പ്രശ്നമില്ല, എല്ലാം തന്നെ ചെയ്തോളും. ഞാൻ ഇപ്പം കല്യാണത്തിന് മുന്നേ തന്നെ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെന്നുകൊണ്ട് ഞാൻ അത് എൻ്റെ ഇതിന് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ആ ഒരു സ്നേഹം കൊണ്ട് ചെയ്യുന്ന, അത്രേ ഉള്ളൂ. അല്ലാതെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഒരു കുലസ്ത്രീ വൈബിലേക്കൊന്നല്ല. അങ്ങനെയൊന്നുമല്ല. കുലസ്ത്രീ എന്നൊന്നും അങ്ങനെയല്ല. അങ്ങനെയല്ല. ഇപ്പം ചേട്ടൻ തന്നെ ചെയ്യാൻ എല്ലാം ഓക്കെയാണ്. അപ്പം ഞാനും അമ്മയില്ലെങ്കിലും ചേട്ടൻ എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങും, കറക്റ്റ് സമയത്ത് വരും. എല്ലാ കാര്യങ്ങളും രാവിലെ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അയൺ ചെയ്തിട്ട് കറക്റ്റ് എല്ലാം എടുത്തിട്ടിട്ടൊക്കെ പൊക്കോളും. ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പുറകെ കിടന്ന് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കും. ചിലപ്പോൾ എന്താ വാച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാവുമ്പോ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രത്യേക തോന്നിയിരിക്കുകയാണെങ്കിൽ വാച്ചിന് പകരം വേറെ ചേട്ടൻ പൊക്കോ അത്രേ ഉള്ളൂ. ഉറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങാൻ നമ്മുടെ ഉറക്കം പോയിപ്പോൾ ചിലപ്പോൾ ആ ഒരു മൂഡ് നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ പിന്നെ ഉറങ്ങത്തില്ല. ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു ലൈഫിലേക്ക് ഇപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു ഡെയിലി റുട്ടീൻ വരുന്നത്? ഡെയിലി അവർ പോയി കഴിയുമ്പോൾ പിന്നെ അമ്മയെ വിളിക്കുക, ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാനവിടെ ഒറ്റയ്ക്കാണ്. അവർ എല്ലാവരും പോയി കഴിയുമ്പോൾ പിന്നെ ഒറ്റയ്ക്കാണ്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് ശരിക്കും അതൊരു വലിയ ചേഞ്ചാണ്.
അപ്പം ഇവിടെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഹോളിലൊക്കെ വെറുതെ ജനലും വാതിലൊക്കെ തുറന്നിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. നമുക്ക് വീടൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഫുൾ ടൈം ലോക്ക് ചെയ്തിട്ടിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. അവിടെ ചിലപ്പോൾ നമ്മൾ ഫുൾ ടൈം നമ്മുടെ മെയിൻ ഡോറ് ക്ലോസ് ആയിരിക്കും. നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെ ആയിരിക്കും. അത് മീൻസ് ഇവിടത്തേക്ക് ഫ്ലാറ്റൊക്കെ പോലെ തന്നെ. അപ്പം അതൊരു അങ്ങനെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പം എവിടെയെങ്കിലും പോകണം എന്ന് തോന്നിയാൽ അച്ഛാ നമുക്ക് പോകാം, ഇങ്ങോട്ട് പോകാം, അല്ല ഉണ്ണി നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഇറങ്ങി ആ സെക്കൻഡിൽ ഇറങ്ങി ഓടി പോകുന്ന ആളായിരുന്നു. എവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് എപ്പോഴും പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അവിടെ ചെന്നാൽ പറ്റത്തില്ല. അത് അവർ ജോലിക്ക് പോയിട്ട് പിന്നെ വന്നു കഴിയുമ്പോൾ ഈവനിങ് വന്നു കഴിയുമ്പോൾ പിന്നെ പുറത്തു പോകും. പക്ഷെ ഇപ്പം ഇങ്ങനെ ഇത്രയും നേരത്തേക്ക് എണീക്കേണ്ടി വരുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് എപ്പോഴും പുറത്തു പോകുന്നതൊക്കെ കുറവാണ്. എന്നാൽ നേരത്തെയൊക്കെ എപ്പോഴും മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തു പോകുമായിരുന്നു. ഒറ്റയ്ക്ക് നമ്മൾ കുറച്ച് നേരം ഇരിക്കേണ്ട ഒരു വിഷമമുണ്ട്. ചേട്ടന് എന്ത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? ചേട്ടന് ചേച്ചി ഉണ്ടാക്കുന്ന എന്ത് ഫുഡാണ് ഇഷ്ടം? ചപ്പാത്തി കറി. ഞാൻ ഉണ്ടാക്കുന്നത് പുളിശ്ശേരിയാണ് ഏറ്റവും ഇഷ്ടം. പുളിശ്ശേരിയാണ്. അതിന്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യോ? ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കുമല്ലോ. എനിക്കറിയാമോ എനിക്ക് എന്തായാലും അറിയില്ല. ചേച്ചി എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെ. അപ്പം ഞാൻ ആദ്യമേ ഫസ്റ്റ് ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് ഞാൻ ആദ്യം അമ്മ വീഡിയോ കോൾ അമ്മ പറഞ്ഞോളൂ, ഓക്കെ എടുക്കുന്നു, ഇതെടുക്കുന്നു. അങ്ങനെയാണ് പൊതുവേ എല്ലാ കറികളും അവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ യൂട്യൂബ്, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പുളിശ്ശേരി നോർമൽ, അല്ലാതെ റെസിപ്പി അറിയില്ല. അല്ലാതെ റെസിപ്പി അല്ല, പുളിശ്ശേരിയുടെ അറിയാം. പച്ചമുളകും നമ്മുടെ ജീരകവും തേങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുക. പിന്നെ കേട് ഒന്ന് അടിച്ചു വയ്ക്കുക. പിന്നെ ചീനിച്ചട്ടിയിൽ എണ്ണയും കടുകും വറ്റൽമുളകും ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ അരപ്പെടുത്തൊഴിക്കുക. അരപ്പ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തൈര് നമ്മൾ ഇളക്കി വെച്ച് തൈരൊന്ന് ഒഴിക്കുക, ഇച്ചിരി ഉപ്പിട്ട് ഇളക്കുക. സിമ്പിളാണ്. സംഭവം സെറ്റാണ് അല്ലേ അമ്മേ? കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഒരു 10 തവണ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് പഠിച്ചത്. ഞാൻ മറന്നു പോകും, ഞാൻ റെസിപ്പീസ് മറന്നു പോകും. ഒരു 10 തവണ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ കൂടുതലും അവിടെ ചപ്പാത്തിയും കറികളുമാണ് ഈവനിങ്. അപ്പം എന്തെങ്കിലുമൊക്കെ കറികൾ അങ്ങനെ ഉണ്ടാക്കും. അതും ഞാൻ എങ്ങനെ നോക്കിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ, അല്ലാതെ വലിയൊരു കുക്കോ അങ്ങനെയൊന്നുമല്ല. യൂട്യൂബിലായിരുന്നെങ്കിൽ നമ്മള് പെട്ടു. അമ്മയുണ്ടല്ലോ, അല്ല അമ്മേനെ വീഡിയോ കോൾ ചെയ്യാൻ നമ്മള് ഫോണൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു. അപ്പൊ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ റെസിപ്പീസ് കണ്ടുപിടിച്ചു. പിന്നെ അവർക്ക് വയറുവേദനയായി, പിന്നെ ഹോസ്പിറ്റലായി, പിന്നെ ആളായി ബഹളമായി. എന്തിനാ വെറുതെ? അങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്ത്? ഇല്ല, അങ്ങനെ പറ്റുവാണെങ്കിൽ എൻ്റെ ബ്രദറിനെ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ നമ്മൾ കൂടുതൽ പരീക്ഷിക്കും. അവിടെ ചെന്നിട്ട് പിന്നെ അവർക്ക് ഒന്നും കറക്റ്റായിട്ട് ഓഫീസിലൊക്കെ പോകേണ്ടതാണ്. പരീക്ഷിച്ച് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ പരീക്ഷിച്ച് എന്താണ് ഫ്ലോപ്പ്? പരീക്ഷിച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അവിടെ ഒരു ദിവസം കേക്ക് ഉണ്ടാക്കി മറ്റേ ഈ ഗ്ലാസിന്റെ ഒരു ഇതിലാണ് കേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് മൈക്രോവേവിൽ വെക്കുന്നത് തന്നെയായിരുന്നു. കേക്ക് ഉണ്ടാക്കി വെച്ചു. എത്ര നോക്കിയിട്ടും അങ്ങ് വേവുന്നില്ല കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്നു. കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിയിട്ടു. പിന്നെ നോക്കുന്നു, 10-15 മിനിറ്റ് വെക്കുന്നു. പിന്നെയും 15 മിനിറ്റ്, പിന്നെയും 15 മിനിറ്റ്, അങ്ങനെ ഒരു 1-2 മണിക്കൂറൊക്കെ ആയി. പിന്നെ വേവുന്നില്ല സാധനം. മതി, ഇത്രയും വെന്താ മതി, ഇങ്ങനെ കഴിച്ചു മതി. എടുത്തു കറക്റ്റ് ഇങ്ങനെ എടുക്കുക. നമ്മൾ നിലത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഇതിലേക്ക് വെക്കുക. അങ്ങനെ വെച്ചപ്പോഴേ ഒറ്റ പൊട്ടലായിരുന്നു. അതിൽ നിന്നൊരു ഇത് പൊട്ടിയത് എൻ്റെ കാലിൽ വന്ന് വീണ് കാല് വരെ മുറിഞ്ഞു. നല്ല തിക്കായിട്ടുള്ള ഒരു പാത്രമായിരുന്നു അത് അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അമ്മ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നു. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. എന്റെ അമ്മ പറഞ്ഞില്ലേ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് മോളെ? അല്ല കൂടുതൽ ഞാനായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തതെങ്കിലും പിന്നെ കൂടുതൽ ഞാനായിരുന്നു അതിൽ ഇൻവോൾവ് ആയത്. പിന്നെ കുറെ കരിഞ്ഞു പോയിട്ടുണ്ട്. സർവ്വസാധാരണ അല്ലേ, അതൊക്കെ ചെറിയ തെറ്റാണ്. അല്ല ഒരിക്കലല്ല, എനിക്ക് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഒത്തിരി കുറെയൊക്കെ കുക്ക് ചെയ്യും. കുറെയൊക്കെ പിന്നെ നമ്മളങ്ങനെ ഒത്തിരി വലിയ വിഭവങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അത്ര